ഹായ് നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ന് നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പൊതുവേ എല്ലാവരും ഒരു കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാധാരണ എക്കണോമിക്സിൽ ചോദിക്കുന്നതിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് സാധാരണ ചോദിക്കാത്ത ചില പാഠഭാഗങ്ങളും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡൊമസ്റ്റിക് കൺട്രി മേ സെൽ ഗുഡ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഈസ് കോൾഡ്. എക്സ്പോർട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധനം കയറ്റുമതി ചെയ്യുകയാണല്ലോ അത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം, അത് ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവാണ്, അഥവാ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ലീനിയർ ഡിമാൻഡ് കർവ്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഓക്കെ, അതായത് ഇതിലുള്ള 0 ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആൻസറും വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റിലും ഓരോരോ ഇലാസ്റ്റിസിറ്റി ആണെന്ന് പറയാം. നമ്മളത് പഠിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യന് തെറ്റാണ്. ഓക്കെ, അടുത്ത ബ്രേക്ക് ഈവൺ പോയിന്റ് എല്ലാവർക്കും അറിയാം, TR = TC, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഗുഡ് ഗ്രാജുവലി അണ്ടർഗോ വിയർ ആൻഡ് ടിയർ. അതായത് ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന ഗുഡ് ഏതാണെന്നാണ് ചോദിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മൂലധന വസ്തുക്കളാണ്, അഥവാ ക്യാപിറ്റൽ ഗുഡ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ആർ ഡിഫൈൻഡ് അറ്റ്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ, പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോക്ക്. അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആർ ഡിഫൈൻഡ് അറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് സെവൻത്ത് ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം. ഒരാളുടെ ഉപഭോഗം വരുമാനവുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, കറക്റ്റാണ്. നോർമലി വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഡിക്രീസസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റുമാണ്. അതേപോലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. ലൈക്ക് വൈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ്. ഓപ്ഷൻ ബി. അതേപോലെ അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഉറപ്പായും ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിൽ നമ്മളത് പഠിച്ചതാണ്. അതേപോലെ വീണ്ടും 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട് പ്രൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. കറക്റ്റാണ്. ഇൻപുട്ട് പ്രൈസ് കൂടുമ്പോൾ ഉറപ്പായും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടും. ഡ്യൂ ടു ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുക. 2 സ്റ്റേറ്റ്മെൻറ്റും ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. വാട്ട് ഡു യു മീൻ ബൈ സ്പ്രെഡ്? കുറേ ആളുകൾക്ക് വന്നൊരു സംശയമാണിത്. അതായത് ഇതൊരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നൊരു പോർഷനാണ്. അപ്പം ചില സ്കൂളുകളിലൊന്നും ഇത് എടുത്തിട്ടുണ്ടാവില്ല. ചില സ്കൂളുകളിൽ ഞാനൊക്കെ ഇത് പൊതുവെ എടുക്കാറുണ്ട്. അതായത് മണി ആൻഡ് ബാങ്കിങ്ങിൽ പറയുന്നതാണ്, ഒരു ലെൻഡിങ് റേറ്റും ബോറോവിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് പൊതുജനങ്ങൾക്ക് ലോൺ കൊടുക്കൂലേ, ആ ലോണിനുള്ള ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും, അതാണ് ആ 2 ഇൻട്രസ്റ്റ് റേറ്റാണ് ലെൻഡിങ് റേറ്റ് അതുപോലെ ബോറോവിങ് റേറ്റ്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് ഒരു ബാങ്കിൻ്റെ ലാഭം. അതിന് പറയുന്ന പേരാണ് സ്പ്രെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഫൈൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 ഇക്വേഷനും കൂടി ഒരു ഈക്വലാക്കി കൊടുത്തിട്ട് അവിടെ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ഇൻ ട്രൂ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ നിസ്സംഗതാവക്രത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ പറയുക എന്നുള്ളതാണ്. കോൺവെക്സ് ആണ്, ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഏതെങ്കിലും എഴുതിയാൽ മതി. അതുപോലെ ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. ഒരു എക്കണോമിയിലെ 4 സെക്ടറുകൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ഒരു എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈസ് ലൈൻ? ഡ്രോ എ സിമ്പിൾ പ്രൈസ് ലൈൻ. ഒരു പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ തുടക്കത്തിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ലെവലിൽ പ്രൈസും കാണിക്കുന്ന ആ ഒരു ലൈനിനെ പറയുന്ന പേരാണ് പ്രൈസ് ലൈൻ. അഥവാ നമ്മുടെ വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പ്രൈസ് ഒരു യൂണിഫോം പ്രൈസ് ആണല്ലോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് ലൈൻ എന്ന് പറയുമ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരൊറ്റ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ മതി. അതാണ് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്.
അടുത്തത് GDP എന്താണ്, ഡിഫൈൻ GDP, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. GDP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, GDP എന്ന് പറയുന്നത് സം മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധന സേവനങ്ങളുടെ അളവാണ് GDP. എന്തുകൊണ്ട് GDP നല്ലൊരു ഇൻഡെക്സ് അല്ല എന്നുള്ളതാണ് ബി. അതെല്ലാ എക്സാമിന് ചോദിക്കുന്നതാണ്. GDP ആൻഡ് വെൽഫെയർ എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തിലുള്ളൊരു ഭാഗമാണത്. 17ാമത്തെ ക്വസ്റ്റ്യന് 2 A, B എന്ന് പറഞ്ഞ 2 ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ 2 ലൈനും എയും ബി എന്താണെന്നുള്ളതാണ് ചോദ്യം. എ എന്ന് പറയുന്നത് നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും, ബി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ ASഉം ആണ്. ഡിഫൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്നാണ് പറയേണ്ടത്. അതോടൊപ്പം ഈ ചിത്രം കാണിക്കുന്നത് ഒരു ഇൻകം ഡിറ്റർമിനേഷൻ ആണ് എന്ന് കൂടി പറഞ്ഞാൽ ഒന്നുകൂടി ഉഷാറായി. 18ാമത്തെ ക്വസ്റ്റ്യന് മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻ, അത് ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, ആൽഫ്രഡ് മാർഷൽ. നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്, ലയണൽ റോബിൻസിൻ്റെ പുസ്തകമാണ്. ഓക്കെ, അത് ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് സാധാരണ എല്ലാ സ്കൂളുകളിലും എടുക്കണം എന്നില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പ്രൈസ് 15 ആണെങ്കിൽ ടോട്ടൽ റവന്യൂ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു. നമുക്കറിയാം ടോട്ടൽ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നാണ്. അപ്പോൾ പ്രൈസ് 15 ഇൻറ്റു ക്വാണ്ടിറ്റി 0. 1 2 3 4 5 എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ടാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനെയും കൂടി 15 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ടോട്ടൽ റവന്യൂ 0 ആയിരിക്കും. പിന്നെ 15 ഇൻറ്റു 1 15, 15 ഇൻറ്റു 2 30, 15 ഇൻറ്റു 3 45, അങ്ങനെ നമുക്ക് ടോട്ടൽ റവന്യൂ കാണാൻ പറ്റും. ടോട്ടൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റും കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബാർട്ടർ സിസ്റ്റത്തിന് 5-6 പോരായ്മകളുണ്ട്. അതിലേതെങ്കിലും ഒരു 3 നല്ല രൂപത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാ പോയിൻറ്റും കൂടി ഒന്ന് എഴുതി വെച്ചാൽ മതി. അതേപോലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെത്, ഡയഗ്രമാറ്റിക്കലി ഇലിസ്ട്രേറ്റ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. ഇവിടെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നു. സാധാരണ എല്ലാവരും സെൻട്രൽ പ്രോബ്ലംസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. പക്ഷേ അത് ഡയഗ്രമാറ്റിക്കലി ഇലിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ കുറേ ആളുകൾക്ക് സംശയം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡയഗ്രാം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. സത്യത്തിൽ ഈ സെൻട്രൽ പ്രോബ്ലംസ് ഒരു ഡയഗ്രാമറ്റിക്കലി അല്ലെങ്കിൽ അതിൻ്റെ പിക്ചോറിയൽ ഇലിസ്ട്രേഷൻ, അതൊരു ചിത്രത്തിൽ കൂടെ കാണിക്കുന്ന ആ ഒരു ചിത്രത്തിനെയാണ് നമ്മൾ PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ട് 3 സെൻട്രൽ പ്രോബ്ലംസും പറഞ്ഞ് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഓരോ പോയിൻറ്റും കാണിക്കുന്ന ഓരോ പോയിൻറ്റും ഉണ്ടല്ലോ, അണ്ടർ യൂട്ടിലൈസേഷൻ, ഫുൾ യൂട്ടിലൈസേഷൻ, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ആ ഒരു ഭാഗമാണ് അവിടെ പറയേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. 4 മാർക്കിനാകുമ്പോൾ ആ രൂപത്തിൽ കഴിയാവുന്ന രൂപത്തിൽ ചുരുക്കിയാൽ മതി. 22ാമത്തെ ക്വസ്റ്റ്യൻ, GDP ഡിഫ്ലാറ്റർ എന്താണ്? നമുക്കറിയാം നോമിനൽ GDP, റിയൽ GDP തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് GDP ഡിഫ്ലാറ്റർ. ഇവിടെ GDP അറ്റ് കറൻറ്റ് പ്രൈസ് അഥവാ നോമിനൽ GDP 2500ഉം റിയൽ GDP 2000ഉം തന്നിട്ടുണ്ട്. അപ്പോൾ 2500 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDP ഡിഫ്ലാറ്റർ കിട്ടും. NNP is equal to GNP മൈനസ്, അറിയാം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലാണ് NNP കിട്ടുക. അപ്പോൾ അവിടെ ഡിപ്രീസിയേഷൻ എന്നാണ് ആൻസറായിട്ട് വരുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ചാർട്ട്. യൂട്ടിലിറ്റി അപ്രോച്ച് 2 കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി. അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിസിറ്റി കാണാനാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, P/Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P. പെർസെൻറ്റേജ് മെത്തേഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്, അതിൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവുക. ഇവിടെ ഓൾറെഡി അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈനെ പറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻസ് കാര്യമായിട്ട് പറയാനുള്ളതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു 2 സെക്ടർ ഇക്കണോമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻസ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് കൺസംഷനും എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അതാണ് പറയേണ്ടത്. വൺ ഓഫ് ദ മെത്തേഡ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് പെർസെൻറ്റേജ് മെത്തേഡ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റേ മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുന്നത്, അത് ജോമെട്രിക് മെത്തേഡാണ്. ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി കാണുക? അതിന് 3 ഡയഗ്രാം ഉണ്ട്. ഒന്ന്, ഒറിജിനിലേക്ക് ടച്ച് ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1, ദെൻ നെഗറ്റീവ് സൈഡിലേക്ക് പോകണം, അതുപോലെ പോസിറ്റീവ് സൈഡിലേക്കും എക്സ് ആക്സിൻ്റെ ഭാഗത്തേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ ആ 3 ചിത്രങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. 26ാമത്തെ ക്വസ്റ്റ്യന്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഒരു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 50 ആണെങ്കിൽ എത്രയാണെന്നുള്ളതാണ്. എല്ലാത്തിനും ഇക്വേഷൻ ഉണ്ട്, നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒഴിച്ച് ബാക്കി 2 മെത്തേഡുകൾ ഏതൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻകം മെത്തേഡും പ്രൊഡക്റ്റ് മെത്തേഡും.
ഡിഫൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്താ നമുക്കറിയാം. ഒരു ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള ചേഞ്ചിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് രണ്ടിലുണ്ടാകുന്ന ചേഞ്ചിൻ്റെ പ്രൊപ്പോർഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. MPC കാണാനുള്ള ഇക്വേഷൻ 4ാമത്തെ ഓപ്ഷനിൽ കാണിക്കുന്ന ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ MPC 0.5 ആണെങ്കിൽ മൾട്ടിപ്ലയർ എത്രയാണ്? മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ 1/1 - C എന്നാണ്. അപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 200 കൂടി കഴിഞ്ഞാൽ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് എത്രയായിരിക്കും? 2 × 200 400. അതായിരിക്കും ആൻസർ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ പ്രൈസ് സീലിംഗ് പ്രൈസ് ഫ്ലോർ. അത് ഹിൻഡിൽ സൂചനയായിട്ട് തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായി മനസ്സിലാക്കാൻ പറ്റും. CRRും SLRും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വളരെ ഈസിയാണ്, ഡെഫിനിഷനാണ് എഴുതിയാൽ മതി. CRR 0.5 ആണെങ്കിൽ, ഇത് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് സെയിം ചോദ്യം ഉണ്ടായിരുന്നു. 100 കോടി ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മണി ക്രിയേറ്റഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 1/CRR ചെയ്യുക, അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. 2 × 100 200 കോടി എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെർഫെക്റ്റ് കോമ്പിനേഷൻ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രോഫിറ്റ് മാക്സിമം ആവാനുള്ള 3 കണ്ടീഷനൊക്കെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മോണിറ്ററി പോളിസി. ഓക്കെ, ഇത് ഈ 31 32 പൊതുവേ നമ്മൾ ഈ ഒരു എക്സാമിനും essay പ്രതീക്ഷിച്ചതായിരുന്നു, ക്രിസ്മസ് എക്സാമിന്. പക്ഷേ നമ്മുടെ 33ാമത്തെ ക്വസ്റ്റ്യനും പൊതുവേ കുട്ടികൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. കാരണം സാധാരണ ഇതൊരു essayയിലൊന്നും വരാറില്ല. പ്രത്യേകിച്ച് പബ്ലിക് എക്സാമിനൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പൊതുവെ കാണാറുമില്ല. പക്ഷേ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലുണ്ടാകുന്ന, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിലും ഇക്വിലിബ്രിയം പ്രൈസിലും ഉണ്ടാകുന്ന ചേഞ്ചാണ്. ഇത് വരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വരക്കാനുണ്ടാവും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ് വാർഡ്, ദെൻ ലെഫ്റ്റ് വാർഡ്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആ സൈമിൾട്ടേനിയസ് ഷിഫ്റ്റ് മൊത്തത്തിൽ വരും. ഓക്കെ, അപ്പോൾ 4 × 4 മൊത്തം ഏകദേശം 16 ഡയഗ്രാമുകൾ വരക്കാനുണ്ട്. ഇത് മര്യാദയ്ക്ക് വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചൊക്കെ ചുരുക്കിയിട്ടൊക്കെ നമുക്ക് വരക്കാൻ പറ്റും. പ്രൊപ്പോർഷനായിട്ടൊക്കെ വരച്ച് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. ഒരുപാട് കാലത്തിൻ്റെ ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. മറ്റു പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വരുന്ന പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ലെസൺസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നോക്കാം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. ഓക്കെ, താങ്ക് യു.